ഇങ്ങനെ ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയുടെ കാരണം മുഴുവനും കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് കടമെടുക്കുന്നതിൽ നിബന്ധനകൾ വെച്ചതുകൊണ്ടും 13,609 കോടി രൂപ കടമെടുക്കാൻ, അത്യന്താപേക്ഷിതമായിട്ട് കടമെടുക്കാനുണ്ട്. അതിനുള്ള അർഹതയും ഗവൺമെന്റിനുണ്ട്, സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. പക്ഷെ ആ കടം എടുക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ ഫെഡറൽ നയങ്ങൾക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം. അങ്ങനെ ഒരു ഉപാധിയാണ് കേന്ദ്ര ഗവൺമെന്റ് വച്ചിരിക്കുന്നത്. പക്ഷെ ആ ഉപാധി സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കുന്നുമില്ല. പക്ഷെ ആ ഉപാധി അംഗീകരിക്കാത്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു വീഴ്ചയായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഫെഡറൽ നയങ്ങളിലും തിരുത്തപ്പെടേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനങ്ങളെ ധനപ്രതിസന്ധിയിലാക്കാൻ, മനഃപൂർവ്വം ധനപ്രതിസന്ധിയിലാക്കണമെന്ന് ഉദ്ദേശിക്കുന്നോ എന്ന് എനിക്ക് തീർത്ത് പറയാൻ വയ്യ. പക്ഷേ അതിന്റെ ഫലം ധനപ്രതിസന്ധിയാണ് സംസ്ഥാനങ്ങളിൽ. എന്താണ് അത് ചെയ്തിരിക്കുന്നത്? അതായത് കേന്ദ്ര ഗവൺമെന്റ് സെസ്സും സർചാർജും വലിയ തോതിൽ ഈടാക്കുന്നു. അപ്പൊ ഓരോ ഉൽപ്പന്നങ്ങളുടെയും പേരിൽ കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, അതുപോലെ പേഴ്സണൽ ഇൻകം ടാക്സ്, അങ്ങനെയൊക്കെയുള്ള എക്സൈസ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഇങ്ങനെയുള്ള നികുതികളൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് പിരിക്കുന്നത്. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ, അതാണ് ചെലുത്തുന്ന നികുതി തന്നെ ഓർക്കാം. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നികുതി മാത്രമല്ല, നികുതിക്കുമേൽ സെസ്സും സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതിനു മുകളിൽ സർചാർജും ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ ഇന്ധനം, ഇതേ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റിനും പ്രധാനമായിട്ട് വരുമാനം നൽകുന്ന ഒരു മാർഗം, ഒരു നികുതി മാർഗം. അപ്പോൾ ഈ കേന്ദ്രം നികുതിക്കുമേൽ സെസ്സിന് മേൽ സർചാർജ് ഇത്രയും ചുമത്തി കഴിയുമ്പോഴേക്കും സംസ്ഥാനങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ട്, അതായത് വീണ്ടും അതേ ഉൽപ്പന്നത്തിൽ തന്നെയാണ് നികുതിയും സെസ്സും സർചാർജും ഒക്കെ ഈടാക്കേണ്ടി വരിക. അപ്പോഴേക്കും ജനരോഷം നേരിട്ട് അനുഭവിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റുകളാണ്. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ സെസ്സിന്റെയും സർചാർജിന്റെയും ദുരുപയോഗം, കേന്ദ്രം ഫെഡറൽ പ്രിൻസിപ്പിൾസിന് എഗൻസ്റ്റ് ആയിട്ട് ഇത്തരം ദുരുപയോഗം നടത്തുന്ന കാര്യം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ, മിടുക്കരായ വക്കീലാണ് ഈ സംസ്ഥാനത്തിന് വേണ്ടി കേസ് വാദിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പ്രസന്റ് ചെയ്യും. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ കോടതി എന്തു പറയും? ഈ ഫെഡറൽ നയം തിരുത്തി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, സംസ്ഥാനങ്ങളെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കത്തക്ക രീതിയിൽ, ധനപ്രതിരോധത്തിലാക്കത്തക്ക രീതിയിൽ സെസ്സും സർചാർജും ഉൾപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു പുനരവലോകനം ആവശ്യമുള്ള കാര്യമാണ് എന്ന് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് പറയാൻ സാധ്യതയുണ്ട്. ആ സാധ്യത മുൻപിൽ കണ്ടാണ് നിർമ്മല സീതാരാമൻ ഒന്നും അറിയാത്ത പാവം കുഞ്ഞിനെ പോലെ നിങ്ങൾ ആ കേസ് അങ്ങ് പിൻവലിക്കൂ, അപ്പോൾ 13,000 ചില്വാനം, അതായത് 13,609 കോടി രൂപ കടമെടുക്കാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളെ സമ്മതിക്കാം എന്നൊക്കെ പറഞ്ഞ് നോക്കിയത്. അപ്പൊ പറഞ്ഞു നോക്കിയപ്പം സംസ്ഥാന ഗവൺമെന്റ് അത് അംഗീകരിച്ചില്ല. ഏതായാലും ധനമന്ത്രിക്ക് ഒരു ഹാൻഡ് അതിനുവേണ്ടി കൊടുക്കേണ്ടതാണ്. കാരണം ഇത് കേരളത്തിന് മാത്രമല്ല സഹായകമാകുന്ന എല്ലാ സംസ്ഥാനങ്ങളും, ഇതിൽ സുപ്രീം കോടതി ഇടപെട്ട് സെസ്സിനും സർചാർജിനും പരിധി കൊണ്ടുവന്നേ പറ്റൂ എന്ന് അവർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഒക്കില്ല. എങ്കിലും അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ശ്രീ ബാലഗോപാലിന്റെ ഈ നീക്കം, അതായത് ഒരു കാരണവശാലും കേസ് പിൻവലിക്കില്ല എന്ന തീരുമാനം അഭിനന്ദനാർഹമാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നത്. അപ്പോ ഞാൻ ഓർക്കുകയാണ്, എങ്കിൽ പോലും അതായത് ട്രഷറി 3 ദിവസം അടച്ചിട്ട ഒരു കാലമുണ്ട്. 1972 അടിയോടി ധനമന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തില് ആ സമയത്ത് പക്ഷേ ശമ്പളം മുടക്കം വന്നില്ല. കാരണം ശമ്പളം കൊടുക്കേണ്ട 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഒന്നും ആയിരുന്നില്ല ട്രഷറി അടച്ചിട്ടിരുന്ന ദിവസങ്ങൾ. അതുകൊണ്ട് പക്ഷെ ഇവിടെ അതിനേക്കാളൊക്കെ ദുരന്തമായ രീതിയിൽ ഒരുപക്ഷെ ശ്രീ ബാലഗോപാലിന്റെ ഒരു കഷ്ടകാലം എന്ന് തന്നെ പറയാം. ഈ ട്രഷറി അടച്ചിട്ടിട്ടില്ല, അതേ സമയത്ത് ശമ്പളം കൊടുക്കാൻ പറ്റാതെ വരികയും ചെയ്തു. അപ്പൊ ഈ പ്രതിസന്ധിയുടെ ആഴം ചരിത്രം എപ്പോഴും അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ ബാലഗോപാലിന്റെ ഒരു കഷ്ടകാലം എന്ന് വേണം ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ. എന്തായാലും കേരളം കടുത്ത ധനപ്രതിസന്ധിയിലാണ്.
ഇങ്ങനെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകില്ല. സംസ്ഥാന ജീവനക്കാരുടെ പോലും ശമ്പളം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് എന്ന് വന്നാൽ അതിന് താഴേക്കുള്ള എയ്ഡഡ് സെക്ടർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ്, ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ആകെപ്പാടെ ഒരു വലിയ പ്രതിസന്ധി, അതായത് വലിയ ആശങ്ക ജനസമൂഹത്തിനിടയിൽ വരുത്തുന്ന ഇത് ഒരു ഇലക്ഷനിലേക്ക് കാല് കുത്തി പോകുന്ന സമയത്ത് ഒരു ഗവൺമെന്റിനും ഭൂഷണമല്ല. അത് തീർച്ചയായിട്ടും ഞാൻ പറയാതെ തന്നെ മിസ്റ്റർ ബാലഗോപാലിനും നമ്മുടെ പ്രധാന മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനും ഒക്കെ അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ധനപ്രതിസന്ധിക്ക് കാര്യക്ഷമമായ ധനമാനേജ്മെന്റ് കൊണ്ട് തന്നെ ഉത്തരം കണ്ടെത്തുക, അങ്ങനെ ജനങ്ങളുടെ മുൻപിൽ തല ഉയർത്തി നല്ലൊരു എന്താണ് പറയുക, ധനമാനേജ്മെന്റ് വിദഗ്ധൻ എന്ന രീതിയിൽ നിൽക്കാനായിട്ട് ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ശ്രമിക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പോലും കിട്ടാതെയാകുന്ന അഥവാ സമയത്ത് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ധനപ്രതിസന്ധി രൂക്ഷമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ സമയത്ത് കേരളം ഭരിച്ചിരുന്നത് UDF ആണ് എന്ന് വെച്ചോളൂ, എങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തര സമ്മർദ്ദ തന്ത്രങ്ങളും എന്താണ് LDF ഉപയോഗിച്ച്, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന LDF ഉപയോഗിച്ച് ഈ സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് ഇവിടെ പ്രസിഡൻസി ഭരണം കൊണ്ടുവരുമായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. അത്ര രൂക്ഷമായ ധനപ്രതിസന്ധി, അതായത് ചരിത്രത്തിൽ ഒരിക്കലും കേരളം കണ്ടിട്ടില്ലാത്ത തരം ധനപ്രതിസന്ധിയാണ് ഇപ്പോൾ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് MG യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഞങ്ങളുടെ ശമ്പളം മുടങ്ങുമോ എന്ന് ചോദിച്ച് ഒരു സെമിനാർ നടത്തിയത് ഞാൻ ഓർക്കുന്നു. അവരുടെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെഡ് തന്നെ ഇതായിരുന്നു, ഇപ്പോഴത്തെ ഈ ധനപ്രതിസന്ധി തുടരുകയാണെങ്കിൽ ശമ്പളം എങ്ങനെ സംഭവിക്കും? കാരണം എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അറിയാം അവര് ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാന്റ് കൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത് എന്ന്. അപ്പൊ യൂണിവേഴ്സിറ്റി സ്റ്റാഫിന് ഭയങ്കരമായി ഇപ്പൊ അവര് വലിയ അങ്കലാപ്പിലാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും സ്റ്റാഫ് ഇപ്പോൾ വലിയ അങ്കലാപ്പിലാണ്. കാരണം എന്താണ്? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ശമ്പളം മുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റി സ്റ്റാഫിന്റെ കാര്യം പറയാനുണ്ടോ? സർക്കാരിൽ നിന്ന് ഗ്രാന്റ് കിട്ടുന്നവരാണ് ശമ്പളം കിട്ടേണ്ടത് യൂണിവേഴ്സിറ്റി സ്റ്റാഫിനൊക്കെ. അങ്ങനെ വരുമ്പോഴേക്കും അവരുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമായിരിക്കും. ഇനി അതുപോലെ KSRTCയുടെ അവസ്ഥ ഇതിലും മോശമാകാൻ പോവുകയാണ്. അങ്ങനെ ആകെ കേരളം എങ്ങോട്ട് എന്ന ഒരു വലിയ ചോദ്യചിഹ്നം കേരളത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. പ്രതിപക്ഷം ധവളപത്രം ഇറക്കണം എന്നൊക്കെ ആവശ്യപ്പെടുകയല്ലാതെ അതിലുമുപരി ഈ സർക്കാരിനെ നേരെ നടത്താനുള്ള മാർഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരായേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. അപ്പൊ ഇപ്പൊ ശമ്പളം നൽകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു, എങ്ങനെയാണ് ശമ്പളത്തിന്റെ അവസ്ഥ ഇരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആകെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ 5.5 ലക്ഷമാണ്. ആ 5.5 ലക്ഷം പേരിൽ ആദ്യ ദിവസം തന്നെ ശമ്പളം കിട്ടുന്നത് ട്രഷറി ജീവനക്കാർ, GST വകുപ്പിലുള്ളവർ, സെക്രട്ടേറിയറ്റില് നേരിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, റവന്യൂ വകുപ്പിലുള്ളവർ, പോലീസ് വകുപ്പിലുള്ളവർ, ഇത്തരക്കാർക്കാണ് ആദ്യ ദിവസം തന്നെ ശമ്പളം കിട്ടുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ട്രഷറി സംവിധാനം പ്രവർത്തിക്കുന്നത്? ആദ്യം എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അഥവാ ETSBA ലേക്ക് പണം നിക്ഷേപിക്കും. അതായത് എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കും. അവിടെ നിന്നാണ് ബാങ്ക് വഴിയായിട്ട് ശമ്പളം സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും. നേരിട്ട് ശമ്പളം സ്വീകരിക്കുന്നവർക്ക് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ശമ്പളം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചത്? 1-ാം തീയതി 1 ലക്ഷം പേർക്ക് ശമ്പളം കിട്ടേണ്ട 1 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക്, അതായത് ആ 1 ലക്ഷം പേർക്ക് ഇന്നലെ കിട്ടിയില്ല. ഇന്ന് കിട്ടുമെന്നാണ് അവർ ധരിച്ചത്. കാരണം അവരുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്. പക്ഷെ അവര് ചെക്ക് കൊടുത്താൽ അത് മാറിക്കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് അക്കൗണ്ട് വഴിയായിട്ട് പണം മാറ്റാൻ കഴിയുന്നില്ല. ഇന്ന് നടക്കും എന്നാണ് അവർ ധരിച്ചത്. അത് സാങ്കേതിക പിഴവ് മൂലം മാത്രം എന്നാണ് ധനമന്ത്രി അവകാശപ്പെട്ടത് ഇന്നലെ. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ആ സാങ്കേതിക പിഴവ് തിരുത്തുമെന്നും ഇന്ന് അവർക്ക് ഡ്രോ ചെയ്യാൻ പറ്റുമെന്നുമാണ് അവർ ധരിച്ചത്. പക്ഷെ ഇന്നും പറ്റിയില്ല. ഇനിയിപ്പോ നാളെ സൺഡേ ആണ്, നാളെയും പറ്റുകയില്ല. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്
4-ാം തീയതി, അതായത് അടുത്ത തിങ്കളാഴ്ചയായിരിക്കും ശമ്പളം. ആദ്യത്തെ 1,00,000 പേർക്ക് ശമ്പളം കിട്ടുന്നത് തിങ്കളാഴ്ചയായിരിക്കും. പിന്നെ ബാക്കി 4,50,000 പേർക്ക് അവർക്ക് എന്നായിരിക്കും എന്നുള്ളത്, അതായത് ഖജനാവിലേക്ക് പണം എത്തുന്നതിന്റെ തോതനുസരിച്ചായിരിക്കും അവരുടെ ശമ്പളം, അതുപോലെ തന്നെ പെൻഷൻകാരുടെ പെൻഷൻ, ഇതൊക്കെ കിട്ടുക. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധി നിലവിലിരിക്കുമ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടിയുമായിട്ട് ദേശാടന പക്ഷിയെ പോലെ നടക്കുകയാണ്. തന്റെ ഭരണസിരാ കേന്ദ്രത്തിലിരുന്ന് ഭരണത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തുകയും ഈ ധന പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരം കാണാം എന്ന് ആലോചിക്കുകയും ചെയ്യുന്നതിന്, അതായത് തന്നെ പോലെ ഉള്ള മന്ത്രിമാരും മറ്റതുപോലുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുമായിട്ട് ആലോചിക്കുന്നതിന് പകരം അതിനുവേണ്ട നടപടികൾ നടപ്പാക്കുന്നതിന് പകരമാണ് ഇങ്ങനെ ദേശാടന കിളിയെ പോലെ നടക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാന ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്? ധവളപത്രം പറഞ്ഞു, അത് അതുപോലെ തന്നെ നടപ്പായിരിക്കുന്നു ഇപ്പോ. അതായത് UDF-ാണ് വെച്ചത്, പക്ഷെ LDF അതിപ്പോ അനുഭവിച്ചുകൊണ്ട്, അതായത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ധവളപത്രത്തിൽ പറഞ്ഞതുപോലെ ആർക്കും ശമ്പളം സമയത്ത് കിട്ടാതെ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ ശമ്പളം പറ്റുന്നവരാണെങ്കിലും അവര് ഹൗസ് ലോണിന്റെ വായ്പ കാണും, കാർ ലോണിന്റെ വായ്പ കാണും, അങ്ങനെ പലതരം വായ്പകൾ കാണും. ആ വായ്പകളൊക്കെ കൊടുത്തു തീർക്കേണ്ടത് 1-ാം തീയതി 2-ാം തീയതി ഈ തരത്തിലൊക്കെ ക്രമപ്പെടുത്തി ഇട്ടിട്ടായിരിക്കും. അതുപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യനിദാന സാധനങ്ങൾ വാങ്ങുന്നതിന്റെ പണം പോലും ചിലപ്പോൾ കടമായിട്ടായിരിക്കും എടുക്കുന്നത്. വലിയ ശമ്പളം പറ്റുന്നവർക്ക് ആ ആവശ്യമില്ല. പക്ഷേ തുടക്കക്കാരായ ഉദ്യോഗസ്ഥർ ഒരുപാട് പേരുണ്ട്. അത്തരക്കാർക്കൊക്കെ കിട്ടുന്ന ശമ്പളം ഒരു കാരണവശാലും എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകത്തക്ക രീതിയിൽ ഉള്ളതായിരിക്കേയില്ല. അവരൊക്കെ കടം വാങ്ങിച്ചിട്ട്, അതായത് ഗഡുക്കളായി കൊടുക്കുന്ന രീതിയിലുള്ള മുന്നേറ്റമായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഈ ഗവൺമെന്റിന്റെ ഈ അവസ്ഥ. അങ്ങനെ സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ വിശ്വാസ്യതയും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ട സർക്കാർ ജീവനക്കാർ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പുവരുത്താൻ സർക്കാരിന് എങ്ങനെയാണ് കഴിയുക? അത് മാത്രവുമല്ല, അങ്ങനെ കാര്യക്ഷമത ഇതുവരെ വേണ്ടത്ര രീതിയിൽ എല്ലാവരും കാണിച്ചിട്ടില്ല. ഒരുപക്ഷെ ഒരു 20% സർക്കാർ ഉദ്യോഗസ്ഥർ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഈ സെക്രട്ടേറിയറ്റ് അങ്ങ് മുന്നോട്ട് പോകുന്നത്. ആ അവസ്ഥ മാറി എല്ലാവരും കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ, അതായത് CAG റിപ്പോർട്ടൊക്കെ നമുക്കറിയാം. ഇപ്പോൾ തന്നെ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഡോക്യുമെന്റ് കഴിഞ്ഞ കഴിഞ്ഞ 5-ാം തീയതിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അതിൽ തന്നെ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? 20,000 കോടിയോളം കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള കാര്യമാണ്, അതായത് നികുതി കുടിശ്ശികയുടെ കാര്യമാണ് പറഞ്ഞത്. നികുതിയേതര വരുമാനത്തിന്റെ കുടിശ്ശിക കൂടി കൂട്ടുകയാണെങ്കിൽ അത് ഏകദേശം, അത് CAG ചൂണ്ടിക്കാണിച്ചതുപോലെ 28,258.39 കോടിയാകും. അത് നികുതി വരുമാനത്തിൽ മാത്രമുള്ള കുടിശ്ശിക ബജറ്റ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അതിനകത്ത് 20,000 കോടിയുടെ മുകളിലാണെന്ന്. അതിൽ തന്നെ ഒരു പ്രശ്നവുമില്ല, ട്രൈബ്യൂണലിന്റെ അടുത്ത് പോവുകയോ യാതൊരു തടസ്സങ്ങളും ഇല്ലാത്ത തന്നെ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് 14,000 കോടിയിലധികമാണ്. അതിൽ തന്നെ 4,000 കോടിയോളം GSTയുടെ കുടിശ്ശികയാണെന്ന് ഓർക്കണം. അപ്പൊ ഇതിനൊക്കെ IAS ഓഫീസേഴ്സോ IRS ഓഫീസേഴ്സോ ഒക്കെ തലപ്പത്തുള്ള മേഖലകളിലാണ് ഇത്രയധികം കുടിശ്ശിക കിടക്കുന്നത്. അതുപോലെ നമ്മൾ നോക്കണം, ഇലക്ട്രിസിറ്റിയുടെ തന്നെ കുടിശ്ശിക 3,000 കോടിയിലധികമാണ് ഇലക്ട്രിസിറ്റിയുടെ തന്നെ കുടിശ്ശിക. ഇങ്ങനെ ഓരോ വകുപ്പിലെയും കുടിശ്ശിക പിരിച്ചെടുക്കാനൊക്കെയുള്ള സത്വര നടപടികളുമായി മുന്നേറുന്നതിനു പകരം അലസ മനോഭാവത്തോടെ, അതായത് എല്ലാം നടക്കും എന്നുള്ള ആ ധിക്കാര ഭാവത്തോടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്ര വലിയ ബുദ്ധിമുട്ടിലേക്ക്, രൂക്ഷ ധനപ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ മുങ്ങി താണുകൊണ്ടിരിക്കുന്നത്.